അല്പായുസ്സുണ്ടായിരുന്ന ഒരു കേവല ബാലകനായിരുന്ന ഒരു സാധുവിന് പ്രപഞ്ച സൃഷ്ടാവായ മഹാദേവൻ ആയുസ് നീട്ടിക്കൊടുക്കുകയും ആ ആയുസ്സിന് അന്ത്യമില്ലാതാകുകയും ചെയ്തു. അതായത് അമരനായി തീർന്നു. ആ ചിരഞ്ജീവിയായ മഹാശിവഭക്തന്റെ നാമധേയം മാർക്കണ്ഡേയൻ. സപ്തഋഷികളിൽ ഒരാളായ ഭൃഗുമഹർഷിയുടെ പുത്രനാകുന്നു വിധാത്രി. വിധാത്രിയുടെ പുത്രനാകുന്നു മൃഗണ്ഡ. അദ്ദേഹവും ഒരു ഋഷിവര്യനായിരുന്നു. കൂടാതെ നെയ്ത്തുവിദ്യയുടെ തുടക്കക്കാരനും ആയിരുന്നു അദ്ദേഹം. ആ മഹാമുനി അങ്ങനെ ഒരു യുവാവായി തീർന്നു. അപ്പോഴേക്കും അദ്ദേഹം മനസ്വിനി എന്ന ഒരു കന്യകയെ വിവാഹം ചെയ്തു. അവർ ഇരുവരും തികഞ്ഞ ശിവഭക്തരായിരുന്നു. അവരുടെ വിവാഹശേഷം മൃഗണ്ഡ മഹർഷി മഹാദേവനെ തപസ് ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞു, ഋതുക്കൾ മാറി മാറി വന്നു. അപ്പോഴും അദ്ദേഹം തപസ് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ദേവദേവൻ പ്രത്യക്ഷനായി. മൃഗണ്ഡ മഹർഷിയുടെ ജീവിതം ധന്യമായി. മഹാദേവനെ കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം ശിവഭഗവാനോട് തനിക്ക് ആവശ്യമായ വരം ചോദിച്ചു. ഒരു ഭക്തനും ശ്രേഷ്ഠനുമായ ഒരു പുത്രൻ വേണമെന്നതായിരുന്നു അദ്ദേഹത്തോടുള്ള പ്രാർത്ഥന. അത് കേട്ട മാത്രയിൽ മഹാദേവൻ ആരാഞ്ഞു. സർവഗുണസമ്പന്നനായ, നല്ല ഭയഭക്തി ബഹുമാനങ്ങളോട് കൂടിയ, എന്നാൽ ഷോഡശകാലം വരെ മാത്രം ആയുസ്സുള്ള, അതായത് 16 വയസ്സ് വരെ മാത്രം ആയുസ്സുള്ള ഒരു പുത്രനെയോ അല്ലെങ്കിൽ ക്ഷുദ്രബുദ്ധിയോട് കൂടി ദീർഘായുസ്സുള്ള ഒരു പുത്രനെ വേണമോ എന്ന്. എന്നാൽ നിസ്സംശയം മൃഗണ്ഡ മഹർഷി ആദ്യത്തേത്, അതായത് സർവഗുണസമ്പന്നനായ, ഭയഭക്തി ബഹുമാനത്തോടു കൂടിയ, ആയുസ് കുറഞ്ഞ പുത്രൻ എന്നുള്ള വരം തിരഞ്ഞെടുത്തു. ആ കുഞ്ഞ് മാതൃകാപുത്രനായി പിതാവ് നനച്ചതിലും ശ്രേഷ്ഠനായി വളർന്നു. ആ കുഞ്ഞിൻ്റെ നാമമാകുന്നു മാർക്കണ്ഡേയൻ. ആ കുട്ടി വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും ശ്രേഷ്ഠനായിരുന്നു. പിതാവിനെയും മാതാവിനെയും പോലെ തന്നെ തികഞ്ഞ ശിവഭക്തനുമായിരുന്നു. എന്നാൽ പിതാവ് മൃഗണ്ഡനും മാതാവ് മനസ്വിനിയും മാർക്കണ്ഡേയനോട് പറഞ്ഞു, അവൻ അല്പായുസ്സുള്ളവനാണെന്ന്, 16-ാം വയസ്സിൽ മരണം സംഭവിക്കുമെന്നും. എന്നാൽ അവൻ തളർന്നില്ല. മഹാദേവൻ എന്ന ഒരൊറ്റ ചിന്തയാൽ ജീവിച്ചു. അങ്ങനെ 16-ാം വയസ്സ് അടുത്തു. കുഞ്ഞു മാർക്കണ്ഡേയൻ മഹാദേവനെ തപസ് ചെയ്തു. തപസ്സിലിരിക്കുന്ന മാർക്കണ്ഡേയന്റെ സമീപത്ത് ധർമ്മത്തിൻ്റെയും മരണത്തിൻ്റെയും ഈശ്വരനായ ധർമ്മദേവന്റെ വാഹനമായ മഹിഷത്തിൽ ആഗതനായി ദേവൻ വന്നു. യമദേവനെ കണ്ട മാർക്കണ്ഡേയൻ മഹാദേവന്റെ ശിവലിംഗത്തിൽ ആലിംഗനം ചെയ്തു. ജീവനെ ശരീരത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി യമദേവന്റെ കരതരത്തിൽ വഹിക്കുന്ന പാശം മാർക്കണ്ഡേയന് നേരെ വർഷിച്ചു. എന്നാൽ കാലപാശത്തിന്റെ വരിച്ചിലിൽ മഹാദേവനും അമർന്നു. ത്രിപുരാന്തകൻ ഘോരരൂപിയായി യമദേവന് മുൻപിൽ പ്രത്യക്ഷനായി. ഈ അഹങ്കാരം കാണിച്ച യമനെ വധിച്ചു. മാർക്കണ്ഡേയന് ജീവനും ആയുസ്സും തിരികെ നൽകി. കൂടാതെ അമരൻ എന്ന മഹാവരവും നൽകി മാർക്കണ്ഡേയ പ്രിയൻ. അങ്ങനെ മാർക്കണ്ഡേയൻ വളർന്നു മഹാഋഷിയായി തീർന്നു. അദ്ദേഹം രചിച്ച മന്ത്രമാകുന്നു മൃത്യുഞ്ജയ മന്ത്രം. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷി ഇന്നും മഹാദേവന് പ്രിയപ്പെട്ടവനായി പ്രപഞ്ചത്തിൻ്റെ ഏതോ ഭാഗത്ത് അമരുന്നു.